എല്ലാ പ്രേക്ഷകർക്കും ഓ മൈ ഗോഡിന്റെ ഹൃദ്യമായ പൊന്നോണാശംസകൾ. ചായ ഉണ്ടോ? 2 സ്ട്രോങ് ചായ. ഇവിടെ കാണാൻ പറ്റിയ സ്ഥലം ഏതുണ്ടോ അപ്പൂപ്പ? ഇവിടെ കാണാൻ പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ കുരിശടി എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഈ വെള്ളച്ചാട്ടവും അത് ഇതൊക്കെ ഉള്ളു. പിന്നെ ദൂരെ പോയാൽ അവിടെ ബ്രൈമൂർ എസ്റ്റേറ്റ് ഉണ്ട്. ഇവിടെ എവിടെ പോകും? മൈമൂരിൽ പോകാൻ വന്നത് നമ്മുടെ ബ്രഹ്മൂരിൽ. ഇനിയിപ്പോ 2-3 പേരൂടെ വരാനുണ്ട്. അപ്പൊ അവരിവിടെ വന്നിട്ട് ജോയിൻ ചെയ്ത് പോവാന്ന് വെച്ച്. നമസ്കാരം. കുറെ ദിവസമായല്ലോ കണ്ട്, കുറെ ദിവസമായല്ലോ കണ്ടിട്ട്. നിങ്ങൾ പരിചയക്കാരാടെ? നേരത്തെ അറിയാം, നമ്മൾ വന്നിട്ടുണ്ടല്ലോ ഇവിടെ. അതാണ് ഇവിടെ തന്നെ വരണതല്ലോ. നമ്മൾ അവിടെ കയറിയില്ല. അവിടെ നമുക്ക് ചായ വല്ലതും കഴിച്ചുകൊണ്ട് പോവാം. ചായ എന്തെങ്കിലും ഉണ്ടോ? എനിക്കൊരു കട്ടൻ ചായ തരിക. എനിക്കൊരു കട്ടൻ ചായ. ഓണക്കാലം എത്തുമ്പോൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് കടകൾ തോറും പിരിവുകാർ എത്തുന്നത് പതിവാണല്ലോ. എന്നാൽ ചോദിക്കുന്ന പണം കടക്കാരുടെ കയ്യിലുണ്ടോ എന്ന് പോലും ഇവർ ആലോചിക്കാറില്ല. ഇവിടെ ഈ ഓണക്കാലത്ത് കടയിൽ നടക്കുന്ന പിരിവും അതിലൂടെ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് എന്താണെന്നും കാണാം. ഓണമായിട്ട് ഒരുപാട് ആൾക്കാരെ സഹായിക്കാൻ നമ്മൾ ക്ലബിൻ്റെ സെറ്റപ്പ്. എല്ലാവർക്കും 500 ഇത് തന്നെ മതി. സഹായിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സുണ്ടല്ല. ഈ വെള്ളപ്പൊക്കവും ഉരുളുപൊട്ടലും ഒക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഓണം ആഘോഷിക്കുന്നത് ശരിയാണ്. ഓണം ആഘോഷിക്കുന്നതല്ല മാമ, പാവപ്പെട്ടവർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യാം. ഇപ്പം ഓണത്തിൻ്റെ അന്നേ ആളെന്ന് പറയുന്നത് ഇവിടെ ഞാനാണ്. അല്ലല്ല, ഞാൻ പറഞ്ഞത് അതല്ല. അല്ല, നമ്മൾ ഇറങ്ങിയ കാര്യം പറഞ്ഞത്. നമ്മൾ ഓരോ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുകയല്ലേ. നിങ്ങൾ ഇവിടെ ഉള്ളത് തന്നെയാണോ? ഇവിടുത്തെയാണോ? ഇത് ഓണാഘോഷം എവിടെയാ? ഓണാഘോഷം ഇവിടെയാണോ? ഓണാഘോഷം അല്ല സഹോദരി. പിന്നെ ഇവര് ഇങ്ങനെ ഈ ക്ലബിന്റെ പേരിൽ ഇങ്ങനെ പാവപ്പെട്ടവരെ ഓണം സഹായിക്കുക. എന്തുവരെ ആയി സഹായം? എൻക്വയറി എന്തുവരെ ആയി സഹായം? ചെവി കേട്ടൂടെ? കാസർഗോഡ് ഭാഷ. അല്ലല്ല, അവര് മലയാളം തന്നെ. കാസർഗോഡ് മലയാളമല്ലേ? ചേട്ടനൊക്കെ എന്ത് ജോലി? എന്തോന്ന് ജോലി? ഒന്നും കേട്ടൂടെ അല്ലേ? അങ്ങനല്ല, ഞാൻ എടുത്ത് ചോദിക്കുന്ന എന്റെ സീഡായി. അത് അഴുക്ക സ്വഭാവം അല്ലേ? അല്ലേ മാമ? അങ്ങനല്ല, അത് കുട്ടിക്കാലം ഞാൻ പറഞ്ഞു. ഇല്ലില്ല, അത് തലയിൽ ഇപ്പൊ എണ്ണ അയക്കണോ? അതിന്റെ ചില പ്രശ്നമുണ്ട്. ഞാൻ ജോലി എന്താന്ന് ചോദിച്ചിട്ട് ഇതുവരെ പറഞ്ഞില്ല. അതാണ് ചേട്ടൻ എന്താ ജോലി? ഞാനിങ്ങനെ പരസഹായം, ആൾക്കാർക്ക് വേണ്ടി സഹായം ചെയ്ത് കൊടുക്കാം. മനസ്സിലായോ? ഓരോരോ രണ്ടുപേരും ഞങ്ങൾ കണ്ടത് ഓരോരുത്തർക്ക് എന്തൊക്കെ നമുക്ക് സഹായം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അത് അവർക്ക് ചെയ്തു കൊടുക്കുക. ഇപ്പോൾ ഇതാ ഓണത്തിന് ഒരു വീട്ടിൽ പോലും അരിയിടാതിരിക്കരുത്, ഒരു വീട്ടിൽ പോലും അതെ തീ കത്തിക്കാതിരിക്കരുത്. ഇങ്ങനെയുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി, ഗൂഢലക്ഷ്യമല്ല, ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ആ മ്യൂസിക് ഇട്ടിരുന്നുണ്ടോ അത് പറഞ്ഞപ്പോഴത്തേക്ക്? ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ വീട്ടിലാര് സഹായിക്കും? നിങ്ങളെ രണ്ടുപേരും വീട്ടില്? നിങ്ങളെ രണ്ടുപേരും വീട്ടില്? അത് അത്ര ജോലി കിട്ടുന്നുണ്ട്. ഞാൻ ഇവര് ചോദിച്ചത് നമ്മൾ വെറുതെ ആൾക്കാരെ സഹായിച്ചു, അപ്പൊ ഈ ആൾക്കാരെ സഹായിക്കുന്നത് മോശം എന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, വീട്ടിൽ ആര് സഹായിക്കുമെന്നാണ് ചോദിച്ചത്. വീട്ടിൽ അവർ ജോലിക്ക് പോവല്ലേ, അവരാര് സഹായിക്കണം? അവർ അന്തസ്സോടെ ജോലി ചെയ്യുന്നു. രണ്ടുപേർക്കും ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിക്കും. പക്ഷേ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നത് ഞങ്ങൾ കഷ്ടപ്പെട്ട പൈസയിലല്ല. ഒരാളിനെ സഹായിക്കാൻ ഒരാളിപ്പം അല്ല, ഞാൻ ഇത്രയും പൈസ ഓരോരുത്തർ നമ്മളെ വിശ്വസിച്ച് തരുന്നതാണ്. ഇതെന്തിനാണ്? പാവപ്പെട്ടവരെ സഹായിക്കും. ഇതിൽ നിന്ന് 1 രൂപ എടുക്കില്ല. മനസ്സിലായി? ഞങ്ങൾ അവരെ സഹായിച്ച് അവർക്ക് നന്മ ഉണ്ടാകണം, മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നിടത്താണ് നമ്മുടെ വിജയം. അതുകൊണ്ടാണ് എൻ്റെ അവൻ്റെയും ഭാര്യമാർക്ക് ജോലി ഉണ്ടായതും ഇതൊക്കെ. അവൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേഴ്സാണ്. ആ അന്തസ്സോടെ പണിയെടുത്താണ് നിൽക്കുന്നത്. മനസ്സിലായില്ലേ? എൻ്റെ വൈഫ് നേഴ്സ് തന്നെയാണ്. നേഴ്സ് അതായത് രാവിലെ മുതൽ ഉച്ച വരെ നേഴ്സായിട്ട് നിൽക്കും. ഉച്ചയ്ക്ക് ശേഷം പഠിപ്പിക്കാൻ പഠിക്കാം. നന്നായിട്ട് ചേച്ചി പണിയെടുക്കുന്നു. പിന്നെ മുകളിലെ മോനെ ഉണ്ട് ഇവിടുന്ന് 500 അല്ലേ തന്നെ? 500 എല്ലാം 500 ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. എഴുതി വെച്ചോ. മാമന്റെ പേരെന്താ മാമ? എന്റെ പേര് ഇപ്പൊ എഴുതണ്ട, പോയിട്ട് വന്നിട്ട് എഴുതാം. അല്ല എഴുതല്ല, എനിക്ക് ഈ പരിസരത്ത് ഒന്ന് നമുക്ക് എല്ലാവരും ഒന്ന് ലിസ്റ്റ് എടുക്കാൻ വേണ്ടി പറയും. എന്റെ പേര് ഭാർഗവ്. പിന്നെ വേറെ വിശേഷം? വേറെ വിശേഷമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ പോകണം. അമ്മച്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. അമ്മച്ചി വൈകുന്നേരം ആവോ വരുമ്പോ? ഒരു 4-4:30 ആവും. 4 ആവും അല്ലേ? കണക്ക് എഴുതി വെച്ചാ? കണക്ക് എഴുതി. അപ്പൊ അമ്മ ഇപ്പൊ എത്ര? ഞങ്ങൾ എത്രയായി?
രണ്ട് കേക്ക് അത് 14, 14, 10, 24, 24, 10, 34 രൂപ. 34 കട ഒന്ന് കൂട്ടി വേണം കൂട്ടി വേണം വാ കഴിക്കൂലല്ലേ? നോൺ സ്റ്റോപ്പ് ആണ്. ഞാൻ ഒരുപാട് സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. ആശ എപ്പോഴും പറയും ജീവിക്കണത് നാക്കോച്ചന് ജീവിക്കുന്നതോ? നിങ്ങള് 466 അപ്പൊ 466 മാമിന്റെ വാങ്ങിച്ചോ. ഈ ഇതും പോയിട്ട് 466 എഴുതിക്കോ. അല്ല 500 എഴുതിയാ 500 എഴുതി. ഇങ്ങനെ എന്തെന്നാണ് അല്ല പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിട്ട് മാമന്റെ കണക്കായിട്ട് 500 രൂപ വെച്ചു. അത് ഞങ്ങൾ പറ്റിയത് എടുക്കാൻ ഞാൻ ഏറ്റവും പാവപ്പെട്ടവനാണ് ഞാൻ. ഈ കേരളത്തിൽ ഏറ്റവും പാവപ്പെട്ട ഒരാളുണ്ടെന്ന് പറയാൻ ഞാൻ എൻ്റെ 500 രൂപ ഇത് വേണ്ട മാമ. ഞങ്ങൾ അവിടെ ഇനി ഒരു 4-5 മണി ഞങ്ങൾ 1 മണിക്കകത്ത് വരുമ്പോ മാമ എടുത്ത് വെച്ചിരുന്നാൽ പൈസ എടുത്ത് വെച്ചിരുന്നത്. വാങ്ങിക്കുന്ന ഏത് സ്വഭാവക്കാരെന്നാണെന്ന് അറിയാം. സമ്പന്നരായി ജീവിക്കുന്നവരിൽ നിന്ന് വേണം 500 രൂപ. നമ്മൾ സമ്പന്നരുടെ അടുത്ത് പോകില്ല മാമ. പിന്നെ ചോദിച്ചിട്ട് അല്ല മാമ അവര് ചോദിച്ചിട്ട് ഇല്ല എന്ന് പറയുമ്പോ കച്ചട സ്വഭാവം കാണിക്കുന്നവര് നമുക്ക് താല്പര്യമില്ല. നമുക്ക് നമ്മളെപ്പോലുള്ള സാധാരണക്കാര് ഞാൻ പറയട്ടെ, ഈ ഇല്ലാഴിക്കാരൻ്റെ ഇല്ലാഴി വാങ്ങിച്ചു ഉള്ളവന് കൊടുത്തിട്ട് മാമ 466 466 ഉള്ളൂ. നമ്മളെ സതീഷിന്റെ വീട്ടിൽ സതീഷ് അല്ല 460 വാങ്ങിക്കുന്നത് കണക്ക് പൈസ കണക്കൊക്കെ പിന്നീട് നമുക്ക് ആഡിറ്റ് ചെയ്യാം. പോവാൻ സമയമായി മാമ. പൈസ പോട്ടെ. അത് നമ്മൾ ചായ പിടിച്ച പൈസ പറ്റി കുറച്ച് കുറച്ചിട്ടുണ്ട്. 34 കുറച്ചു. ഞാൻ അത് അയ്യോ 6 രൂപ ചില്ലറ ഉണ്ട്. 6 രൂപ എന്തിനടാ 6 രൂപ ചില്ലറ അങ്ങോട്ട് കൊടുത്താൽ 460 ആയിട്ട് തരും. വേണ്ട വേണ്ട അത് 6 വെച്ചിട്ട് അങ്ങോട്ട് തട്ടാ. അതങ്ങനെ നിക്കട്ടെ. അല്ല ഒരു കാര്യം ചെയ്യണം. ഒരു 100 രൂപ തരും. 5 വട മാമ ഒരു 5 വടയും കൂടെ ആർക്ക് പൊതി അവിടെ പാവപ്പെട്ട കൊടുക്കാൻ വേണ്ടി മാമ. അങ്ങനെ കൊടുക്കണ്ട. അങ്ങനെ ഈ പാവപ്പെട്ടവന്റെ അടുത്ത പാവപ്പെട്ട 5 എണ്ണം മതി. 5 എണ്ണം നിങ്ങള് എടാ, നീ കേറി എടുത്തോ. നമ്മളെ മാമന്റെ നിന്റെ അമ്മച്ചിയുടെ കടയിലടാ. പെട്ടെന്ന് ആവട്ടെ. നിങ്ങൾ മാറിക്കൊടുക്കും 5 വട എടുക്കാം നിങ്ങൾ. നമുക്ക് ആൾക്കാർ ചിരിച്ചോണ്ട് ഇതെന്തോന്ന് മാമ 5 വട എന്നാ മതി. അത് എടുത്തോട്ട് മാമ. പാവപ്പെട്ടവർ കൊടുക്കാം മാമ. ഈ തോന്നിയാസം കാണിക്കാൻ ഉള്ളിയോടെ എടുത്തോ. എടാ എടുത്തോട്ട് വാടാ വേഗം പെട്ടാ. ഇനി എവിടെ എല്ലാം പോകാണെന്നറിയാമോ? ഇവിടെ കൊണ്ട് വെച്ചേക്കണം. അല്ല മാമ നമുക്ക് പാവപ്പെട്ടവർ കൊടുക്കണ്ട. ഒരു കേക്ക് ഉണ്ട്. അപ്പൊ ഒരു കേക്ക് കൊടുത്ത് കാക്ക് നിന്റെ അപ്പൂപ്പന്റെ കാക്ക് ഇറങ്ങി പടാ. അയ്യോ മാമ നമ്മൾ ന്യായമായിട്ടുള്ള കാര്യമാണ് മാമ. 5 പഴക്കേക്കല്ലേ. അമ്മച്ചി എന്ന് പറഞ്ഞ അത്ര സ്നേഹമാണ്. അമ്മച്ചി ആ പാവപ്പെട്ട മനുഷ്യന്റെ പിടിച്ചു വാങ്ങിക്കണ നിങ്ങള്. അങ്ങനെ പിടിച്ചു വാങ്ങിക്കുന്നില്ല. എന്നെ വന്ന് തള്ളുന്നതിന് മാമ പിടിച്ച തള്ളിയല്ലേ അരിയത്തി. നീ ചെന്നെടുത്തോണ്ട് വാടാ. മാമ രണ്ട് നെയ്യപ്പ 2 ഉള്ളിവട 2. അല്ല ഉഴുന്നോടെ എടുക്കാം മാമ. അത് അമ്മ വിഷയമില്ല. നീ അങ്ങോട്ട് ഇല്ലടാ. അല്ല 2 ഉഴുന്നോടെ എടുക്കിട്ട് എല്ലാം പറഞ്ഞാൽ ഞാൻ ചെയ്യും. മാമൻ പറഞ്ഞു അതൊക്കെ പറയൂടാ സ്നേഹം. ഒരു കാര്യം ചെയ്യ്. നീ എടുത്തോണ്ടോ നമുക്ക് അങ്ങ് പോവാം. ഒരുപാട് തികച്ചിട്ട് അങ്ങ് പോവാം. മാമ യവന്മാര് വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി 5 വട എടുക്കാം. അയ്യോ അയ്യോ ഞാൻ ഒരു 5 എണ്ണം എടുത്തോണ്ട് പോവാം. അവൻ 5 എണ്ണം എടുക്കുള്ളൂ. കൂടുതൽ എടുക്കൂല. പാവ കുറേ പിള്ളേർ 2 എണ്ണം മതി. പോയി എടുത്തോണ്ടോ. മാമൻ സ്നേഹത്തോടെ പോയി. അല്ല മാമൻ തന്നെ സ്നേഹത്തോടെ എടുത്തെന്നാ. മാമൻ തന്നെ സ്നേഹത്തോടെ എടുത്തെന്നാ. നമ്മൾ സഹായിക്കാൻ നിങ്ങളെ പേര് പറഞ്ഞു. നമ്മൾ കൊടുക്കാൻ വേണ്ടി അത്തച്ചട്ടി ഒരു അത്തച്ചട്ടി എടുക്കാം. 2 എടുത്താൽ ഇതാടാ നീലടാ പറഞ്ഞ അമ്മച്ചിയുടെ കടയിൽ പോയി കഴിഞ്ഞാൽ എന്ത് നമ്മള് പയ്യന്മാര് വരും. പയ്യന്മാർ എന്തിനു മാമ വിളിക്കണത്? നമുക്ക് 2 കൈ കൊണ്ട് എടുക്കാവുന്ന കാര്യമില്ലേ? മാമൻ പറഞ്ഞ അതല്ല. പയ്യന്മാർ വന്ന് എടുത്തു തരണോ അതോ നിങ്ങൾ എടുത്തു പിന്നെ നിന്റെ തന്ത ഇവിടെ ഉണ്ടാക്കി കൊണ്ട് വെച്ചേക്കേ. ഇല്ലില്ല അദ്ദേഹം മരിച്ചു പോയില്ല. അദ്ദേഹം ഇവിടെ ഉണ്ടാക്കി വെക്കേണ്ടത്. മരിച്ചു പോയില്ലേ? അതെ എന്റെ പാൻ എടുത്തോട്ടെ. എന്റെ പേനയും രസീതും എടുത്തോട്ട് എത്ര പാവപ്പെട്ടവർ കൊടുക്കാനുള്ളതെന്ന് അറിയാമോ? എത്രയോ പാവം ഇതുകൂടെ എടുക്കാം. വാടാ വാ പോവാ. മതി മതി അത് മതി. ഇത് 466. നിങ്ങൾ ഈ കള്ളത്തരം കാണിച്ച് എന്തിനു ജീവിക്കുന്നു മാമ? യവനെ കൊണ്ടല്ലേ വാക്കുകൾ പറയല്ലേ. ആ വാക്കുകൾ പറയരുത്. കള്ളത്തരം പറയരുത്. ഞങ്ങൾ അന്തസ്സോടെ ആൾക്കാർ തരുന്ന സ്നേഹം. ഇപ്പം മാമ ഇതാ പൈസ തരുന്നില്ല. കേക്ക് എടുത്തോളാൻ പറഞ്ഞു. കേക്ക് കൊണ്ട് നമ്മൾ പോകുന്നു നേരെ ചെയ്യുന്നതാണ്. നീ അങ്ങോട്ട് പോകും. സ്നേഹത്തോടെ മാമ സ്നേഹത്തോടെ തന്നാൽ നിന്റെ സ്നേഹം പടാ. മാമ സ്നേഹത്തോടെ അമ്മ ഈ അത്തച്ചിട്ടി വയ്ക്കുക. അത്തച്ചിട്ടി അത്തച്ചിട്ടി. അയ്യോ എത്ര പൈസ കിട്ടില്ല. അപ്പൊ കേക്ക് എടുക്കാം. അപ്പൊ കേക്ക് മാറിയാടാ നീ ആരെയാടാ എടുത്തേ നമുക്ക് അത് എടുത്തോണ്ട് മാമ കസേര ഈ ഇടക്കാലത്ത് കിടന്ന് കറങ്ങിയാണ് നമുക്ക് ഈ കസേര അഭിനയിക്കുന്നാടോ? എന്റെ അത്തച്ചിട്ട് ഞാൻ എടുത്തോട്ടാ. അത്തത്തിന്റെ
അപ്പൊ അതെടുക്കാനും മാമ. എന്റെ അത്തം അത് ഞാൻ എടുത്തു തരാം. മാമ എടുത്താ മാമ എടുത്താ അതങ്ങ് എടുത്ത് എറിഞ്ഞു കൊടുക്കും. ഇതോട്ട് അടിക്കും മാമ. അതെടുക്കും. അതൊക്കെ ഓരോന്നിട്ട് എടുത്ത്. ഇതടിക്ക്. ഞാൻ ഈ കാക്കത്തി എടുത്ത് അമ്മ, ഞാൻ അയ്യോ. രണ്ട് കേക്ക് മാമ. രണ്ട് കേക്ക്. ഡേയ്. ചൂടുമല്ലോ. ഇത് ഇന്ന് ഉള്ളി വരെ എടുക്കാം. ഓ, 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 ഓ. എന്തിനാ നല്ല അഭിനയല്ലേ? അല്ല ഞാൻ 2 ഉള്ളി വരെ ചെയ്തുള്ളൂ. നല്ല അഭിനയല്ലേ? ചൂടുണ്ടാ? മാമ ഓ ഞങ്ങളൊരു കാര്യം പറയണ സമ്മതിക്കോ? അല്ലെങ്കിൽ ഇത് അവര് പറയും. നിങ്ങൾ പറ നിങ്ങൾ പറ. അവര് പറയണ കേളും. അല്ല നിങ്ങൾ പറ. നിങ്ങൾ പറഞ്ഞാൽ അകത്ത് ഒരിക്കലും ചൂട് നമുക്ക് പറയും. ചേട്ടാ ഞാൻ പറയുന്നത് കേട്ടോ ചേട്ടാ. പിന്നെ നമ്മളെ എന്താണ്ടേ ഇവര് പിരിവിന് വന്നതേ കൗമുദി ടിവിന്നാണേ. കൗമുദി ടിവിന്നാണ് ഇവര് പിരിവിന്. മാമന്റെ കൂടെ ഞങ്ങൾ അങ്ങോട്ട് പൈസ തന്ന് ഇന്ന് ഓണമൊക്കെ ആഘോഷിച്ച് നമ്മൾ പോകണല്ലോ. കൗമുദി അടിച്ചു ടിവിന്നാണ് പൊളിച്ച്. വന്നത്. മാമ ഓമൈ ടിവിയുടെ ഓമൈ കൂടെ എന്ന് പറഞ്ഞ പരിപാടിയായിരുന്നു. അപ്പം മാമന്റെ കൂടെ ഇപ്രാവശ്യം നമ്മൾ ഓണം നമ്മുടെ ഓമൈ കൂടെ ടീം ഇന്ന് മാമന്റെ കൂടെയാണ് ആഘോഷിക്കുന്നത്. അടിച്ചു പൊളിച്ച് കടയൊക്കെ അടിപൊളിയാക്കി തരും. എത്ര ആൾക്കാരെ തിരക്കിയാൽ നമ്മളെ കേരളം തിരക്കിയാൽ മാമനെ തിരക്കി അതാ വേറെന്നറിയാം, നമ്മൾ എവിടെയെല്ലാം നോക്കിയിട്ട് അവസാനം മാമനാണ്. ഇവിടെയുള്ള എല്ലാവരും സപ്പോർട്ടായിരുന്നു. മാമന് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ മാമന് ഹെൽപ്പ് ചെയ്താൽ മതി. കാരണം പാവപ്പെട്ട മാമനും ഇവിടുത്തെ അമ്മച്ചിക്കും കൂടെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ വന്നതാണ്. സാധനങ്ങളെല്ലാം വാങ്ങിച്ച് എല്ലാ ഇതായിട്ട് വന്നതാണ്. നേരത്തെ പേടിച്ച് നമ്മളെ കിടന്ന് വഴക്കും പറഞ്ഞ് ഒരു പരുവായി കേട്ടാ. ആരായിരുന്നാലും വഴക്ക് പറയില്ലേ ഇങ്ങനെയൊക്കെ വന്നിട്ട് കുടിച്ച പൈസയും കൊടുത്തില്ല. ഞാൻ വെള്ളം കുടി, കുറച്ച് വെള്ളം കുടി. ഭാർഗവമാവനും വൈഫും കൂടെ ഇവിടെ തന്നെയാണ് താമസം. ഇതിപ്പോ എത്ര വർഷമായി മാമ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്, കട തുടങ്ങിയിട്ട്? ഇവിടെ ഇപ്പൊ ഈ റോഡ് പണി ചെയ്തതിന് ശേഷം ഇവിടെ അപ്പുറവും അതിന്റെ അപ്പുറമൊക്കെ ആയിരുന്നു കച്ചവടമൊക്കെ. മാറി എല്ലാം മാറി 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 ഇവിടം വരെ എത്തി. ഓണം കഴിഞ്ഞൊക്കെ മതിയാക്കണമെന്നുള്ള ഒരു ചിന്താഗതി എനിക്ക് വയ്യ. ഫുഡൊക്കെ ഇതിനകത്ത് വെക്കുവോ? അല്ല കഴിക്കാനുള്ളതും കഴിക്കാനുള്ള ഇവിടെ തന്നെ വെക്കും. ഇവിടെ മറയൊന്നുമില്ല. ഈ ഒരു വേറെ കുരങ്ങാണ് ഏറ്റവും മെയിൻ പ്രശ്നം. ഇവിടെ വന്ന് കടയിൽ വന്ന് സാധനം എടുത്തോണ്ട് പണികളെ വളരെ അത്യാവശ്യം വേണ്ടത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ട്. ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ വീടാണ്. ഇവിടെ ഒരു സുരക്ഷിതമായ ഒരു കൂര ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഇവിടെ അവസ്ഥ വളരെ ദയനീയമായ അവസ്ഥയാണ്. നമ്മൾ ഈ വന്ന് കണ്ടാലേ മനസ്സിലാവുള്ളൂ. അങ്ങനെ ഒരു പരുവത്തിന് പോകുന്നു. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗുളിക വാങ്ങിക്കാൻ പോലും നിവൃത്തിയില്ല. പിന്നെ എത്രയോ രൂപയുടെ ഗുളിക ഉണ്ടെങ്കിൽ 2 പേർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് അത് എത്ര ലക്ഷം രൂപ ആവുമെന്ന് പറഞ്ഞു. പിന്നെ അത് അങ്ങനെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അങ്ങനെ പെൻഡിങ്ങിൽ ഇങ്ങനെ പെൻഡിങ് വെച്ചിരിക്കുകയാണ്. ഇത് വീട് എന്ന് പറയാൻ പറ്റില്ല. ഇതിന് ഒരു 4 കമ്പ് ഊന്നിയിട്ട് അല്ലേ ജസ്റ്റ് അങ്ങോട്ടും കൂടെ വലിയൊരു കാറ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പം ഇത് നിലംപതിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. വെറുതെ ഓല വാരി മുകളിലിട്ട് അത്രേ ഉള്ളൂ. അപ്പം ഇങ്ങനെയും ആൾക്കാർ എന്തുമാത്രം കഷ്ടപ്പെട്ട് ജീവിക്കുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ ഉണ്ടല്ലോ വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഇത് ഞങ്ങളിത് പറഞ്ഞറിഞ്ഞ് വന്നിട്ട് ഇത്രയും അവസ്ഥ മോശമാണെന്ന് നമ്മൾ അറിഞ്ഞില്ല കേട്ടോ. ഇത് തിരുവനന്തപുരം ജില്ലയിലെ ഇടിഞ്ഞാർ ജംഗ്ഷനിൽ റോഡ് വക്കിൽ ജീവിക്കുന്ന ഭാർഗവനും ഭാര്യ ലീലയും. അന്തി ഉറങ്ങാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കഴിഞ്ഞ 15 വർഷമായി ഇവിടെ കുടിൽ വെച്ച് കെട്ടി കഴിയുകയാണ് ഇവർ. കീറിയ സാരിയും പഴയ തുണികളും ചുറ്റും വലിച്ചു കെട്ടി ആരോ വാങ്ങി നൽകിയ ടാർപോളിൻ ഷീറ്റിനെ മേൽക്കൂരയാക്കി ഇവർ ഈ കുടിലിൽ ജീവിതം മുന്നോട്ട് നീക്കുകയാണ്. സ്കൂളിന്റെ കരിങ്കൽ ഭിത്തിയോട് ചേർന്ന് ഇഴജന്തുക്കൾ കയറിയിറങ്ങുന്ന കല്ലിടുക്കിൽ ഓരം ചേർന്നാണ് ഇവർ കിടക്കുന്നത്. രാത്രിയായാൽ ഈ ജംഗ്ഷനിൽ ഇവർ ഒറ്റയ്ക്കാകും. മണ്ണെണ്ണ വിളക്കിന്റെയോ മെഴുകുതിരിയുടെയോ വെട്ടം മാത്രമാണ് ഈ കുടിലിൽ ഉണ്ടാകുന്നത്. ഫോറസ്റ്റ് ഏരിയയിൽ വരുന്ന ഈ സ്ഥലത്ത് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നതും ആക്രമിക്കുന്നതും പതിവാണ്. ഹൃദ്രോഗബാധിതനാണ് ഈ 77-കാരൻ. വയസ്സുള്ള ഭാര്യ ലീല
നിത്യരോഗിയാണ്. ഈ ചായത്തട്ട് മാത്രമാണ് ഇവരുടെ ജീവൻ പിടിച്ചു നിർത്താനുള്ള ഏക മാർഗം. ഈ കട ഞങ്ങൾ വൃത്തിയാക്കുകയാണ്. കടയിൽ വേണ്ട സാധനങ്ങളൊക്കെ നിറയ്ക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. മിഠായി കുപ്പിയും പലഹാരങ്ങളും പാക്കറ്റ് ഉൽപ്പന്നങ്ങളും കുലയും നിറച്ച് ഉപജീവനത്തിനുള്ള ഒരു കട ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. കടയ്ക്ക് മുന്നിൽ അത്തപ്പൂക്കളമിട്ട് ചുറ്റും പൂമാലകൾ തൂക്കി സർപ്രൈസ് ഒരുക്കുകയാണ്. നമ്മളിവിടെ ഓണമായിട്ട് വന്നു, മാമനെ അമ്മയൊക്കെ കണ്ടു. സത്യം പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞ്. അപ്പം നമ്മളിവിടെ ഓണത്തിനോടനുബന്ധിച്ച് ഞങ്ങളെല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ കട ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി അടുത്ത ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം ആഘോഷിക്കാൻ മാമനും അമ്മയും കൂടെ റെഡിയാവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഡ്രസ്സ് അങ്ങോട്ട് ഐശ്വര്യമായിട്ട് തരികയാണ്. അമ്മ പിടിക്കണം, ഇതാ മാമ. അപ്പം നിങ്ങളും കൂടെ റെഡിയായി വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങ് ഓണം അങ്ങോട്ട് അടിച്ചു പൊളിക്കാം. ശരി, അപ്പോൾ റെഡിയായി വേണം. അപ്പോൾ നമ്മൾ പ്രാവശ്യം ഭാർഗവ മാമൻ്റെ കൂടെയും ലീലാമ്മയുടെ കൂടെയും ഇരുന്ന് ഓണം ആഘോഷിക്കാൻ പോവുകയാണ്. അപ്പോൾ സദ്യയ്ക്ക് നമ്മളെ ഇവിടെയുള്ള ചുറ്റോട്ടുള്ള ആൾക്കാരുണ്ട്, നമ്മളെ ടീമുകളെല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും എല്ലാവിധ അനുഗ്രഹങ്ങളും ഇവരോടൊപ്പം ഉണ്ടാവണം, നമ്മളോടൊപ്പം ഉണ്ടാവണം. ഓമയഗോൾഡ് ടീമിലെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഓണസദ്യയിലേക്ക് കിടക്കുകയാണ്. വിളമ്പണം ഐശ്വര്യമായിട്ട്. ഭാർഗവ മാമൻ്റെയും ലീലാമ്മയുടെയും കട നമ്മൾ തുടക്കത്തിൽ കണ്ടതാണ്. ആ കടയെ നമ്മൾ പുതുക്കി പണിത് കൊടുത്തു. അതിനേക്കാൾ ഉപരി കടയിൽ കച്ചവടത്തിന് വേണ്ടുന്ന സർവ്വ സാധനങ്ങളും നമ്മൾ വാങ്ങിച്ചു കൊടുത്തു. നമ്മളോടൊപ്പം ഇരുന്ന് ഭാർഗവ മാമനും ലീലാമ്മയും കൂടെ ഇരുന്ന് ഓണസദ്യ കഴിച്ചു. നമ്മൾ വളരെ സന്തോഷമായിട്ടിരിക്കുകയാണ്. എങ്ങനെ ഹാപ്പി ആയില്ലേ? അപ്പോൾ ഇനി കുറച്ചും കൂടെ ഹാപ്പി ആക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ ഓമയഗോൾഡ് ടീമിൻ്റെ ഓണസദ്യ കഴിഞ്ഞ് നിൽക്കുകയാണ്, പായസം കുടിച്ച് അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് കുറെ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. എന്തൊക്കെയാണ് വിനിത? ഓണസദ്യക്ക് വേണ്ടുന്ന പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളും ഇതെല്ലാം ഞങ്ങൾ കൊടുക്കാൻ പോവാണ്. ലീലാമ്മ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഓണസദ്യ? ഓണസദ്യ അടിപൊളിയായിരുന്നു. നമ്മുടെ കടയൊക്കെ അടിപൊളിയാക്കി തന്നിട്ടുണ്ട്. പുതിയ കട പണിഞ്ഞു. അതെ 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 അതെ. അപ്പൊ ഇനി ഒരു വീടും കൂടെ അമ്മയ്ക്ക് വേണം. ആ വീടും കൂടെ നമുക്ക് അതിനുള്ള ഏർപ്പാടും കൂടെ നമുക്ക് ഉണ്ടാക്കും. അതെ അതെ. ആദ്യം നമ്മുടെ ഓമയഗോൾഡ് ടീമിന്റെ ഓണ സമ്മാനമായിട്ട് കൊടുക്കുന്നത് ക്യാഷ് പ്രൈസാണ്. അത് സന്തോഷപൂർവ്വം വാങ്ങിക്കണമ്മ. അപ്പോൾ ഓണസദ്യ ഒരുക്കാൻ വേണ്ട പച്ചക്കറികൾ കൊടുത്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഓണത്തിന് വേണ്ട പലവ്യഞ്ജനങ്ങൾ വേണമല്ലോ. പലവ്യഞ്ജനങ്ങളും റെഡിയാണ്. ഓമയഗോൾഡ് ടീമിന് വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്ന നിമിഷമാണ്. കാരണം നമ്മൾ കുറേ വർഷങ്ങളായിട്ട് തന്നെ നമ്മൾ എല്ലാ ഓണത്തിനും നമ്മൾ ഓരോരുത്തരോടൊപ്പം ഓണസദ്യ കഴിക്കുന്നതിന് വേണ്ടിയിട്ടും അവരെ അതായത് നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യവും അതിന് സാധിച്ചാൽ ദൈവത്തിനോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ കട നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെ സഹായങ്ങളും ഉണ്ടാവട്ടെ. അതുണ്ടാവും. ധൈര്യമായിട്ടിരിക്കണം. അമ്മ വിഷമിക്കേണ്ട, എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും കേട്ടോ. ഈ ഓണം അടിച്ചു പൊളിക്കണം. അതെ അതെ. ഓമയഗോൾഡിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.